നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 646th day. Today, Pradhama Skanda, 5th chapter, 5th sloka. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 646 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. വ്യാസഭഗവാൻ പറയുകയാണ്. വ്യാസ ഉവാച അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാഭിനാത്മാ പരിഷ്തുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. ഓം തത്സത്. വ്യാസ ഉവാച അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാഭിനാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാം ആത്മഭവാത്മഭൂതം. ഓം തത്സത്. അസ്ത്യേവം മേ സർവം ഇദം ത്വയാ ഉക്തം. ഓം തത്സത്. അസ്ത്യേവ എന്നുള്ളത് അസ്തി ഏവ, ഇങ്ങനെയാണ് പദം പിരിച്ച് പറയേണ്ടത്. അസ്തി ഏവ മേ സർവം ഇദം ത്വം ഉക്തം തഥാപി ആത്മാ പരിതുഷ്യത്തെ മേ തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വാം ആത്മഭവാത്മഭൂതം. അതായത് ത്വയാ അങ്ങയാൽ, ഉക്തം പറയപ്പെട്ട, ഇദം സർവം ഇതെല്ലാം, മേ എനിക്ക്, അസ്തി ഏവ ഉണ്ട് നിശ്ചയം, തഥാപി എന്നാലും, മേ എൻ്റെ, ആത്മാവ് ആത്മാവ്, ന പരിതുഷ്യത്തെ സന്തോഷിക്കുന്നില്ല, അവ്യക്തം അസ്പഷ്ടമായിരിക്കുന്ന, തന്മൂലം അതിൻ്റെ കാരണത്തെ, അതിൻ്റെ മൂലത്തെ, ഹേ എന്ന് പറയുന്നത് നാരദരെയാണ്. അല്ലയോ നാരദ, ആത്മഭവാത്മഭൂതം ആത്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായത്, അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായവനായിട്ടുള്ള അവിടുന്ന് അഗാധബോധം ഗംഭീരമായ ബോധത്തോടു കൂടിയവനുമായ, വളരെയധികം ബോധത്തോടു കൂടിയവനുമായ ത്വാം അങ്ങയോട് പൃച്ഛാമഹേ ഞാൻ ചോദിക്കുന്നു. അതായത് വ്യാസഭഗവാൻ പറയുകയാണ്, അല്ലയോ നാരദമുനെ, അങ്ങൊന്ന് പറഞ്ഞതെല്ലാം എനിക്കുണ്ട്, എങ്കിലും മനസ്സിനെയും ശരീരത്തെയും അഭിമാനിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. അല്ലയോ മുനെ, ബ്രഹ്മാവിൻ്റെ പുത്രനും അതിഗംഭീരമായ അറിവുള്ളവനും ബോധത്തോടു കൂടിയവനുമായ അങ്ങയോട് എൻ്റെ ഈ അസന്തോഷത്തിൻ്റെ അസ്പഷ്ടമായിരിക്കുന്നു, അതായത് മനസ്സിലാകാതെ, അസന്തോഷമുണ്ട്, പക്ഷേ അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊള്ളുന്നു.
നാരദമുനിക്ക് അഗാധമായ ബോധവും അറിവുമുണ്ട്. അതുകൊണ്ട് തൻ്റെ വിഷമത്തിൻ്റെ കാരണം നാരദമുനി പറഞ്ഞു തരും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് വ്യാസഭഗവാൻ നാരദമുനിയോട് ചോദിക്കുകയാണ്. അങ്ങയാൽ പറയപ്പെട്ട എല്ലാം എനിക്കുണ്ട്, എന്നാലും എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. പരിതുഷ്യത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, പരിതുഷ്യതേ എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ അറിവോടും കൂടിയ ആത്മഭവാത്മഭൂതം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായവൻ, അഗാധ ബോധവുമുള്ള ഗംഭീരമായ ബോധത്തോടു കൂടിയവനുമായ അങ്ങയോട് ഞാൻ എൻ്റെ ഈ അസന്തോഷത്തിൻ്റെ കാരണം ചോദിക്കുകയാണ് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാഭിനാത്മാ പരിതുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.